ഈ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടെങ്കിൽ ചോറ് എത്ര വേണേലും തിന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി മുതൽ ഇതേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ. ആദ്യം തന്നെ നമുക്ക് മസാലയൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ബേ ലീഫും ഗ്രാമ്പു തക്കോലം നല്ല ജീരകം പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ കുറച്ച് മല്ലി, ഇനി ഇതിലേക്ക് 4-5 വറ്റൽമുളകും കൂടെ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കത് ചൂടാക്കി എടുക്കാം. ചൂടെല്ലാം ആറിയതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ച് മാറ്റി വെക്കണം. അപ്പോൾ അതേ പാനിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 10-15 ചെറിയ ഉള്ളി, കുറച്ച് തേങ്ങയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതും ഒരു 5 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. ഒരു ബ്രൗൺ കളറൊക്കെ ഈ ഒരു കളറൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അതിന്റെ കൂട്ടത്തിൽ ചൂടാറിയതിന് ശേഷം അതും കൂടെ നരച്ച് മാറ്റി വെക്കണം. പിന്നെ ഇതേ പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 10-15 ചെറിയ ഉള്ളി അരിഞ്ഞതും 2-3 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു നിറം വരുമ്പോഴത്തേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം, കാരണം ആ തക്കാളിക്ക് ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തക്കാളി സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തവിയൊക്കെ വെച്ചിട്ട് തക്കാളി ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ആ മസാല ഉണ്ടല്ലോ അതാണ് ചേർക്കേണ്ടത്. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടെ ചേർത്തതിന് ശേഷം മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ആ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് വേണ്ടുന്നത്. വേറെ വെള്ളമൊന്നും ചേർക്കരുത്. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആവശ്യമായ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല അരച്ച ആ ജാറിൽ തന്നെയാണ് ഞാനും കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിനകത്ത് ഒഴിക്കുന്നത്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഗ്രേവി വേണോ അത്രത്തോളം വെള്ളം ഒഴിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. പൊടികളായിട്ട് 1/4 സ്പൂൺ മഞ്ഞപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കില്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഗ്രേവി കുറച്ച് തിക്കായിട്ടിരിക്കുകയായിരുന്നു. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോ കാണാമേ.